സംസ്ഥാനത്തിന്റെ അഭിമാനമായ സ്റ്റുഡന്റ് പോലീസ് പദ്ധതിയോട് മുഖം തിരിച്ച് സർക്കാർ. കുട്ടികൾക്ക് യൂണിഫോമിനോ ഭക്ഷണത്തിനോ ഈ സാമ്പത്തിക വർഷം ധനവകുപ്പ് പണം നൽകിയിട്ടില്ല. സ്കൂളുകളിൽ ചുമതലയുള്ള അധ്യാപകരും PTA-യും ചേർന്ന് പണം പിരിച്ചാണ് നിലവിൽ കുട്ടി പോലീസുകാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രിസ്മസ് അവധിക്കാല ക്യാമ്പിൽ ഭക്ഷണം എത്തിച്ചത് കുട്ടികൾ പിരിവെടുത്താണ്. പണമില്ലാത്തതിനെ തുടർന്ന് ക്യാമ്പുകൾ തടസ്സപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായി. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് 2 ദിവസമായി മാത്രം വെട്ടിച്ചുരുക്കിയാണ് ക്യാമ്പുകൾ നടന്നത്. ഇതുപോലും അധ്യാപകരും PTA-യും പണം പിരിച്ചാണ് നടത്തിയത്. രാജ്യത്തിന് മാതൃകയായി കേരളം മുന്നോട്ട് വെച്ച പദ്ധതിയോടാണ് ഇപ്പോൾ സർക്കാർ മുഖം തിരിച്ചിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളും ഇവിടെ എത്തി പഠിച്ച ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് SPC. സംസ്ഥാനത്ത് 989 സ്കൂളുകളിലായി 88,000 കുട്ടികളാണ് സ്റ്റുഡന്റ് പോലീസിലുള്ളത്. പ്രതിവർഷം യൂണിഫോമിന് ഓരോ കുട്ടിക്കും 2,000 രൂപ നൽകണം. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് പരേഡ് ഉള്ളത്. പരേഡുള്ള ദിവസങ്ങളിൽ ഒരു കുട്ടിക്ക് ലഘുഭക്ഷണത്തിനായി കഴിഞ്ഞ ബജറ്റിൽ 8 രൂപ 50 പൈസയാണ് അനുവദിച്ചത്. ഇത് തന്നെ ഭക്ഷണത്തിന് തികയാത്ത സ്ഥിതിയാണ്. അതിനിടെയാണ് ഇപ്പോൾ 1 രൂപ പോലും അനുവദിക്കാതെ പദ്ധതിയോട് സർക്കാർ മുഖം തിരിക്കുന്നത്. ഒരു വർഷം SPC നടത്തിക്കൊണ്ടു പോകാൻ 24 കോടിയുടെ ചിലവുണ്ടെന്ന് സ്റ്റുഡന്റ് പോലീസ് ഡയറക്ടറേറ്റ് ബജറ്റ് ചർച്ച നടത്തിയ സമയത്ത് സർക്കാരിനെ അറിയിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് സർക്കാർ അത് വെട്ടിക്കുറച്ച് 10 കോടി രൂപയാക്കി. പക്ഷേ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 3 മാസം മാത്രം ബാക്കി നിൽക്കെ 10 കോടിയിൽ 10 പൈസ പോലും ഇതുവരെ നൽകിയിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമായി സർക്കാർ പറയുന്നത്. ഓണക്കാലത്തും ക്രിസ്മസ് അവധിക്കും സ്കൂളുകളിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും ക്യാമ്പ് നടത്തണം. ഓണത്തിന് ക്യാമ്പ് നടത്താൻ പണം നൽകിയിരുന്നില്ല. ക്രിസ്മസ് കാലത്തെങ്കിലും പണം എത്തുമെന്ന് കരുതിയെങ്കിലും അതും നൽകിയിട്ടില്ല. സ്വന്തം നിലയിൽ ക്യാമ്പ് നടത്താനായിരുന്നു നിർദ്ദേശം. പണമില്ലാത്തതിനാൽ ക്യാമ്പ് 2 ദിവസമാക്കി ചുരുക്കി. കുട്ടികൾ പിരിവെടുത്താണ് ഈ ക്രിസ്മസ് കാലത്ത് ക്യാമ്പിൽ ഭക്ഷണം വിളമ്പിയത്. ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഗതാഗത നിയന്ത്രണത്തിനും മേളകൾക്കും ഉൾപ്പെടെ കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ കുട്ടി പോലീസുകാർ ചെയ്യാത്ത സേവനങ്ങളില്ല. കുട്ടികൾക്ക് തന്നെ ആവേശമായിരുന്ന പദ്ധതിയോടാണ് സർക്കാർ ഇപ്പോഴിങ്ങനെ മുഖം തിരിക്കുന്നത്.